കൊല്ലം കൊട്ടിയം പോലീസ് സ്റ്റേഷന്റെ പുറകുവശത്തായി തൊണ്ടി വാഹനങ്ങൾ കുന്നുകൂടുന്നു. നിരവധി കേസുകളിലായി പിടിച്ച വാഹനങ്ങൾ കുന്നുകൂടിയതിനാൽ ഇഴജന്തുക്കളുടെ ശല്യവും പെരുകുകയാണ്. കേസുകളിൽ പെടുന്ന വാഹനങ്ങൾ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് കിടന്ന് നശിക്കുന്നത് സംസ്ഥാനമെങ്ങും കാണുന്ന കാഴ്ചയാണ്. വാഹനങ്ങൾ കൂടുന്നതനുസരിച്ച് ഇത്തരം വാഹനങ്ങൾ ലേലത്തിന് വെക്കാറുമുണ്ട്. എന്നാൽ കൊല്ലം ജില്ലയിലെ കൊട്ടിയം പോലീസ് സ്റ്റേഷന് സമീപത്ത് തൊണ്ടിയായി പിടിച്ചെടുത്ത വാഹനങ്ങൾ ഇഴജന്തുക്കളുടെ വലിയൊരു ആവാസ വ്യവസ്ഥയായി മാറുകയാണ്. സ്റ്റേഷനിലേക്ക് എത്തുന്നവരുടെ ഉള്ളിൽ ആശങ്കയും. സൂക്ഷിച്ചിരിക്കുന്ന വാഹനങ്ങളിൽ കാടുകൾ കയറിയും മഴയും വെയിലും കൊണ്ട് തുരുമ്പെടുത്തും ഇഴജന്തുക്കൾ കയറി വളരെ പരിതാപകരമായ അവസ്ഥയാണ്. ഇപ്പോൾ തൊണ്ടി മതിലുകൾ കൊണ്ടുവന്നാൽ സൂക്ഷിക്കാൻ പോലും കൊട്ടിയം പോലീസ് സ്റ്റേഷൻ്റെ പരിസര പ്രദേശങ്ങളിൽ സ്ഥലമില്ലാത്തൊരവസ്ഥയാണ്. ഈ വർഷങ്ങളായി ഇവിടെ കൂട്ടിയിരിക്കുന്ന വാഹനങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വട്ടം ലേലം ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 7 വർഷത്തിൽ കൂടുതലായി പിന്നെ ലേലം ചെയ്തിട്ട്. ഇവിടെ ഇഴജന്തുക്കളുടെ ഒരു വലിയൊരു സങ്കേതം തന്നെ ഇവിടെ ഒരു പാർക്കായി തന്നെ മാറുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വർഷങ്ങളായി ലേലം നടക്കാത്തതിനാൽ കാടുമൂടി വാഹനങ്ങൾ കാണാനാവാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതിനാൽ തന്നെ ഇപ്പോൾ തൊണ്ടിയായി പിടിക്കുന്ന വാഹനങ്ങൾ എവിടെ പാർക്ക് ചെയ്യണമെന്ന് പോലീസുകാർക്കും നിശ്ചയമില്ല. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.